അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാണ് സഅദ് റളിയല്ലാഹു തആല അൻഹു. സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ചരിത്രം നിനക്കറിയോ മോനെ? 30ാമത്തെ വയസ്സിലാണ് മുസ്ലിമായത്. 30ാമത്തെ വയസ്സിൽ മുസ്ലിമായി. 36ാമത്തെ വയസ്സിൽ വഫാത്തായി. 6 കൊല്ലമാ ജീവിച്ചത്. 6 കൊല്ലമേ മുസ്ലിമായി ജീവിച്ചുള്ളൂ. നിന്നെപ്പോലെ 56 കൊല്ലമൊന്നും ജീവിച്ചില്ല ബാപ്പാ. 6 കൊല്ലം മുസ്ലിമായി ജീവിച്ചു. സഅദ് റളിയല്ലാഹു തആല അൻഹു മരണപ്പെട്ടപ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങുകയാ. ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന പടച്ച റബ്ബിന്റെ സിംഹാസനം പോലും കുലുങ്ങുകയാ. 6 കൊല്ലം ജീവിച്ച ഒരു ചെറുപ്പക്കാരൻ മരിച്ചപ്പോ അതിനല്ലേടാ ജീവിതമെന്ന് പറയുന്നത്? അതിനാടാ ജീവിതമെന്ന് പറയുന്നത്? ഒരു മുസ്ലിമിന്റെ ജീവിതം അതാണോ ചെറുപ്പക്കാരാ? ആ സഅദല്ലേടാ നായകന്. ആ സഅദിനെയല്ലേ കണ്ടുപഠിക്കേണ്ടത്? KGF-ലെ നായകനെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ചെറുപ്പക്കാരാ, ദുൽഖർ സൽമാനിനെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന യുവത്തവേ, അവരൊന്നുമല്ലടാ മോനെ. 6 കൊല്ലം മുസ്ലിമായി ജീവിച്ച ഒരു ചെറുപ്പക്കാരൻ മരിച്ചപ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങുകയാ. എല്ലാവരും കരയുകയാണ്. സഅദ് ചിരിക്കുകയാണ്. സഅദിന്റെ മുഖത്ത് വല്ലാത്ത പുഞ്ചിരിയാണ്. പടച്ചവനെ കണ്ടവർ കൊതിച്ചു പോവുകയാണ്. പരിശുദ്ധമായ ഖുർആൻ ഓതുന്നവർക്ക് പടച്ച റബ്ബ് തരുന്ന 1ാമത്തെ പ്രതിഫലം, നിന്റെ മയ്യത്ത് കാണുന്നവര് കൊതിക്കുമുപ്പാ. നിന്റെ മയ്യത്ത് കാണുന്നവർ കൊതിക്കുന്ന രീതിയിലുള്ള ഒരു മരണമാണ്. റബ്ബേ, സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസയുണ്ടല്ലോ, അവിടത്തെ ജനാസ ചുമക്കുകയാണ്. അവിടത്തെ ജനാസ മയ്യത്ത് കട്ടിലിൽ വെച്ചുകൊണ്ട് സഹാബത്ത് നടക്കുമ്പോ സ്വഹാബികൾ ഒരു രംഗം കാണുകയാണ്. പടച്ചവരെ, നബിതങ്ങള് തള്ളവരള കുത്തിയിട്ട് നടക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തള്ളവരള കുത്തിയിട്ട് നടക്കുകയാണ്. മയ്യത്തിനു ഭാരമില്ല നബിയേ. ജനാസ ചുമക്കുന്ന സ്വഹാബത്ത് പറയുന്നു, മയ്യത്തിനു ഭാരമില്ല. പടച്ചവനെ, 2ാമത്തെ പ്രതിഫലമാ മക്കളെ, 2ാമത്തെ പ്രതിഫലമാണ്. പടച്ചവനെ, നിന്റെ മയ്യത്ത് ചുമക്കേണ്ടത് കള്ളുകുടിയനും വ്യഭിചാരിയും പലിശ തിന്നുന്നവനും നിസ്കരിക്കാത്തവനും അല്ലാഹുവിനെ മറന്നു നടക്കുന്നവനല്ല. പിന്നാര് ചുമക്കണമെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, മയ്യത്തിനു ഭാരമില്ല നബിയേ. അങ്ങ് തള്ളവരള കുത്തികെട്ട് നടക്കുന്നത് കണ്ടല്ലോ, എന്താണെന്ന് മുത്തി നബിയോട് ചോദിക്കുമ്പോ, യാ സ്വഹാബാ, സലമില്ല സ്വഹാബാ, എനിക്ക് നടക്കാൻ സ്ഥലമില്ല. കാരണം ആകാശത്ത് നിന്ന് 70,000 മലക്കുകൾ ഇറങ്ങി വന്നു സ്വഹാബാ. മലക്കുകൾ ഇറങ്ങി വന്നത് കാരണം എനിക്ക് നടക്കാൻ സ്ഥലം കിട്ടിയില്ലെന്ന് മുത്തുനബി പറയുകയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ ഖബർ കുഴിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവിടുത്തെ ചരിത്രമെടുത്ത് നോക്ക്. ഖബർ കുഴിക്കുന്ന മനുഷ്യൻ നോക്കുമ്പോ മണ്ണിനു വല്ലാത്ത പരിമളമാ, മണ്ണിനു വല്ലാത്ത സുഗന്ധമാ. ആ ഖബർ കുഴിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവസാന ഖബറിനടിയിൽ നിന്ന് ഒരു പിടി മണ്ണ് വാരിയെടുക്കുകയാണ്. ആരും കാണാതെ ഒരു പിടി മണ്ണ് വാരി തന്റെ മടിയിൽ വെക്കുകയാണ്. ഖബറടക്കിയിട്ട് തന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, ആ മണ്ണ് വല്ലാത്ത സുഗന്ധമാ, കസ്തൂരിയെ പോലെ സുഗന്ധം ഇങ്ങനെ അടിക്കുകയാണ്. ആ ഖബർ കുടിച്ച മനുഷ്യനുണ്ടല്ലോ, സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ സ്വപ്നം കണ്ടപ്പോ അവിടെ ചോദിക്കുന്നു, സഅദേ, നീ മരിച്ചപ്പോ നിന്റെ മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നല്ലോ, നിന്റെ ചുണ്ടില് വല്ലാത്ത പുഞ്ചിരിയായിരുന്നല്ലോ,
നിന്റെ ജനാസയ്ക്ക് ഭാരമില്ലായിരുന്നല്ലോ, നിന്റെ ജനാസയിൽ പങ്കെടുക്കാൻ മലക്കുകൾ ഇറങ്ങി വന്നല്ലോ. സഅദേ, നിന്റെ ഖബറിലെ മണ്ണിന് പോലും സുഗന്ധമായിരുന്നല്ലോ സഅദേ. എന്ത് നന്മ ചെയ്ത് സഅദേ, ഇങ്ങനെ ഒരു പ്രതിഫലം കിട്ടാ നീ എന്ത് നന്മയാണ് ചെയ്തത്? അപ്പോഴാണ് പറഞ്ഞു കൊടുത്തത്, ഞാൻ ഓതിയ ഖുർആൻ, ഞാൻ പിടിച്ച സുന്നത്ത് നോമ്പ്, ഇതിന് അല്ലാഹു എനിക്ക് തന്ന പ്രതിഫലമാ. സഅദ് തങ്ങൾ പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, ഈമാനുള്ള ഒരു മരണം വേണ്ട, അതിനു വേണ്ടിയല്ലേ വാശി കാണിക്കേണ്ടത്, അതിനു വേണ്ടിയല്ലേ മത്സരിക്കേണ്ടത്. എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ലല്ലോ. രോഗം വേണ്ടല്ലോ, ക്യാൻസർ വേണ്ടല്ലോ, ട്യൂമർ വേണ്ടല്ലോ, കിഡ്നി തകരണ്ടല്ലോ, ഒരു പനി പോലും വേണമെന്നില്ലല്ലോ. തുഅമ്മീലു ഫിദ്ദുനിയാ طويلا ولا تدري إلى جن ليل هل تعيس إلى الفجر وكم من صحيح مات من غير إلتي وكم من مريض عاش دهرا على دهري. പടച്ചവനെ, രാവിലെ എഴുന്നേറ്റവൻ വൈകുന്നേരം തികയ്ക്കുന്നില്ല, വൈകിട്ട് കിടന്നവൻ രാവിലെ എഴുന്നേക്കുന്നില്ല, ഒരു ജോലി രോഗവും ഇല്ലാത്തവന് വീണ് മരിച്ചു പോകുന്നത് കാണുന്നില്ലേ ഉപ്പാ? നന്നാകാൻ നിനക്ക് തോന്നുന്നില്ലല്ലോ? വാശിയല്ലേ സഹോദരാ, വാശിയല്ലേ സഹോദരാ, ആരെ പരാജയപ്പെടുത്താനാ? എടോ, നിനക്ക് വാശിയുണ്ടെങ്കില്, നിനക്ക് ധൈര്യമുണ്ടെങ്കില് നീ ആരോടാ വാശി കാണിക്കേണ്ടതെന്നറിയോ? അന്തല്ലദീ വലദതു ഉമ്മുക ബകിയാ വന്നാസു ഹൗലക യദ്ഹകൂന സുറൂറാ വജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൂ ഫീ ഹാലി മൗതിക ലാഹികം മസ്റൂറാ. നമ്മളൊക്കെ എപ്പോഴും ചിരിക്കുമല്ലോ, നമ്മളെല്ലാവർക്കും ചിരിയാ. എടോ, ചിരിക്കേണ്ടത് എപ്പോഴെന്നറിയോ? ജീവിതത്തിൽ ഒരിക്കലേ ചിരിക്കാവൂ. അള്ളാഹു ചിരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നല്ലതുപോലെ ചിരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എപ്പോഴാ ചിരിക്കേണ്ടെന്നറിയോ? ഇപ്പോഴല്ല. നമ്മുടെ ഉമ്മ നമ്മളെപ്പോഴും പറയും, മോനെ, നിന്നെ ഞാൻ പ്രസവിച്ചത് മരണവേദനയുടെ വേദനയെന്നെന്താണ്. ഉമ്മമാരെപ്പോഴും പറയാറുണ്ട്, നിന്നെ ഞാൻ പ്രസവിച്ചത് മരണവേദനയുടെ വേദന. സത്യത്തിൽ പ്രസവത്തിന് മരണവേദന ഉണ്ടോപ്പാ? ഇല്ല. ഒരിക്കലും പ്രസവത്തിന് മരണവേദനയില്ല. മരണവേദനയുടെ ഒരു അംശം മാത്രമേ പ്രസവ വേദനയ്ക്കുള്ളൂ. അള്ളാഹു അവർക്ക് അർഹമായി പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. ഞാൻ പുച്ഛിച്ചതൊന്നുമല്ല, അള്ളാഹു പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. കാരണം ഒരു പെണ്ണ് പ്രസവിക്കുന്ന സമയത്ത് എത്ര ഡോക്ടർമാര് കാണും? ഒരു ഡോക്ടർ, 2-3 നേഴ്സുമാര് കയ്യും കാലും പിടിക്കും, ഇല്ലേ? അത്രയല്ലേ ഉള്ളൂ. ഇല്ലെങ്കിൽ 5 പിടിക്കും, ഇല്ലെങ്കിൽ 10 പേര് പിടിക്കും ഒരു പെണ്ണ് പ്രസവിക്കുമ്പോ. പക്ഷേ റൂഹ് പിടിക്കുന്ന സമയത്ത് പിടിക്കുന്ന മലക്ക് 70 മുതൽ 70,000 മലക്കുകൾ വരെ ഒരാളുടെ റൂഹ് പിടിക്കുമ്പോ അവന്റെ കയ്യും കാലും പിടിച്ചു വെക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എത്ര മലക്ക്? 70,000 മലക്കുകൾ ഒരാളുടെ കയ്യും കാലും പിടിച്ചു വെക്കുമെങ്കിൽ പറ, പ്രസവ വേദന മരണവേദനയാണോ? അല്ല. അള്ളാഹു നമ്മുടെ മരണം എളുപ്പമാക്കി തരുമാറാകട്ടെ. നമ്മുടെ ഉമ്മ എപ്പോഴും പറയും, മോനെ, നിന്നെ ഞാൻ അങ്ങനെ പ്രസവിച്ചെന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, കവി പറയുകയാ, എടോ, ഉമ്മ എത്ര വേദന സഹിച്ചാണ് പ്രസവിച്ചതെങ്കിലും ആ പ്രസവിച്ച കുഞ്ഞിനെ കൊണ്ടുവന്ന് കാണിച്ചപ്പോ ഉമ്മ ചിരിക്കുകയാ ചെയ്തേ. നേഴ്സ് കൊണ്ടുവന്ന് കാണിച്ചു, ഇതാ ഉമ്മ സിറാജ്, നിങ്ങളുടെ മോൻ ഇന്നാ കൊണ്ടുവന്ന് കാണിച്ചു. എന്റെ ഉമ്മച്ചി എന്റെ മുഖത്ത് നോക്കി ചിരിച്ചു. എന്റെ വാപ്പ ഓപ്പറേഷൻ തിയേറ്ററിന്റെ വെളിയിൽ ടെൻഷൻ അടിച്ച് നടക്കുകയാ. നേഴ്സ് കൊണ്ടുവന്ന് കാണിച്ചു, ഇതാ നിങ്ങളുടെ പൊന്നുമോൻ. അതുവരെ കരഞ്ഞ വാപ്പ ചിരിച്ചു. നമ്മളെ കണ്ടവരെല്ലാരും നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ചു. ഇബിലീസ് പോലും നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ചു. പക്ഷേ നമ്മളപ്പം കരയുകയായിരുന്നു.
നമ്മളെല്ലാവരും കരയുന്ന സമയം നമ്മുടെ ഉമ്മയും നമ്മുടെ ഉപ്പയും നമ്മുടെ കൂടപ്പുറപ്പും നമ്മുടെ കുടുംബക്കാരും ഒരു കരുണയും കാണിക്കാതെ നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ചു നെഞ്ചു പൊട്ടിയിട്ട് കരഞ്ഞപ്പോ നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ പ്രതികാരം ചെയ്യണം. നീ കരഞ്ഞ സമയത്ത് നിന്റെ മുഖത്ത് നോക്കി ചിരിച്ചവരോട് നീ പ്രതികാരം ചെയ്യണം. ഉമ്മാനെ തല്ലിയിട്ടല്ല, വാപ്പാനെ വൃദ്ധസദനത്തിലേക്ക് അടിച്ചിറക്കിയിട്ടല്ല. എങ്ങനെ പ്രതികാരം ചെയ്യണമെന്നറിയുമോ? കവി പറയുകയാ, വന്നാസു ഹൗലക യദ്ഹഖൂന സുറൂറാ വജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബഖൗ ഫീ ഹാലി മൗതിക ലാഹികം മസ്റൂറാ. ഇവിടത്തെ പള്ളിയിൽ ഒരു ദിവസം വിളിച്ചു പറയും, നീ മരിച്ചുപോയെന്ന്. നീ മരിച്ചുപോയെന്ന് വിളിച്ചു പറയുമോ? അന്ന് നിന്റെ നാട്ടുകാരും കുടുംബക്കാരും കൂടപ്പുറപ്പും എല്ലാരും നിന്റെ വീട്ടിൽ വരും. വീട്ടിലേക്ക് വരുമ്പോ വെള്ള തുണിയുടെ നിന്നിങ്ങനെ കിടത്തിയിരിക്കുകയാ. നിന്നെ ഇങ്ങനെ കുളിപ്പിച്ചു കൊണ്ടുവന്ന് വെള്ള തുണിയുടെ മുകളിൽ മുക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. മെയ്യത്തു കട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. വെള്ളത്തുണിയിൽ കൊണ്ടുവന്ന് കിടത്തി മൂക്കിന്റെ ദ്വാരത്തിൽ പഞ്ഞി വെച്ചു. കാണണ്ടവരൊക്കെ കണ്ടോ പൊതിയാൻ പോകുകയാ, കാണണ്ടവരൊക്കെ കണ്ടോ പൊതിയാൻ പോകുകയാ. പടച്ചവനെ, എല്ലാരും നിന്റെ അടുക്കൽ വന്നിട്ട് നിന്റെ മുഖത്തിട്ടിരിക്കുന്ന വെള്ളത്തുണി ഉയർത്തുമ്പോ നിന്റെ ഉമ്മ അടുത്തിരുന്ന് കരയുന്നുണ്ട്. നിന്റെ ഉമ്മ അടുത്തിരുന്ന് കരയുന്നുണ്ട്. ക്ഷമവിട്ട ഉമ്മയും പൊന്നുമകനെ എന്നെ കൈവിട്ടു പോന്നോ കാണലെന്നാ പൊന്നേ. സ്വന്തം മക്കളുടെ മയ്യത്ത് കാണുമ്പോ ഉമ്മാന്റെ കരച്ചിലുണ്ടല്ലോ. സ്വന്തം മകന്റെ മയ്യത്ത് കാണുമ്പോ അല്ലാഹുവേ പടച്ചവനെ, നീ ഞങ്ങൾക്ക് ഈമാൻ നൽകണേ അല്ലാ. സ്വന്തം ഉമ്മ കരയണം. ഉമ്മ ജീവിച്ചിരിക്കുന്ന സമയത്ത് മരിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉമ്മ ജീവിച്ചിരിക്കുന്ന സമയത്ത് മരിക്കണമിടോ, അതിനൊരു ഭാഗ്യം ഉണ്ടാകണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എടോ, നമ്മൾ മരിച്ചു കിടക്കുമ്പോ നമ്മുടെ ഉമ്മ കരയും. എന്റെ മോനെ, എന്റെ മോനെ എന്ന് വിളിച്ച് കരയും. ഉപ്പ കരഞ്ഞ് കരഞ്ഞ് തളർന്നിരിക്കുകയാ. കൂടപ്പറപ്പ് ഇങ്ങനെ നെഞ്ചു പൊട്ടിക്കിട്ട് കരയുന്നുണ്ട്. കുടുംബക്കാരും കൂട്ടുകാരും ഭാര്യ സന്താനങ്ങൾ എല്ലാരും കരയുന്നുണ്ട്. നീ എന്ത് ചെയ്യുവാടാ? പുതപ്പിനടിയിൽ കിടന്നിട്ട് ചിരിക്കടാ ചെറുപ്പക്കാരാ. വെള്ള തുണിയുടെ അടിയിൽ കിടന്നിട്ട് ചിരിക്കണമടോ. വെള്ള തുണിയിൽ നിന്റെ കൊച്ചുമക്കൾ, നിന്റെ കുഞ്ഞുമക്കൾ തലയുടെ മുകളിൽ തുണി ഇങ്ങനെ വെച്ചിട്ട് ഒളിച്ചു കളിക്കുമല്ലോ. അവസാനം ഇങ്ങനെ കണ്ടുപിടിക്കുമ്പോ ആ കുഞ്ഞിന്റെ മുഖത്തൊരു ചിരി കണ്ടിട്ടുണ്ടോ? എടോ, ജനാസയുടെ വെള്ള തുണിയുടെ അടിയിൽ നിന്നിങ്ങനെ കിടത്തുമ്പോ നിന്റെ ഉമ്മ വന്നിട്ട് മുഖത്തിട്ടിരിക്കുന്ന തുണി ഉയർത്തുമ്പോ ചിരിച്ചുകൊണ്ട് ഉമ്മാനോട് ചോദിക്കണം, ഉമ്മാ, ഞാൻ കരഞ്ഞ സമയം നിങ്ങൾ ചിരിച്ചില്ലേ ഉമ്മ? ഞാൻ കരഞ്ഞ സമയം നിങ്ങൾ ചിരിച്ചില്ലേ ഉമ്മ? ഇന്ന് എന്റെ മുഖത്ത് നോക്ക്, നിങ്ങൾ എല്ലാരും കരയുന്നു. എന്റെ മുഖത്ത് പ്രകാശം കണ്ടോ? എന്റെ ചുണ്ടിലെ പുഞ്ചിരി കണ്ടോ? കവി പറയുകയാ, അന്ന് നിന്റെ വീടിനകത്തിരുന്നിട്ട് ഇബ്ലീസ് പോലും നെഞ്ചു പൊട്ടിയിട്ട് കരയും നിന്റെ മുഖം കണ്ടിട്ട്, നിന്റെ മരണം കണ്ടിട്ട്. അതിനു വേണ്ടിയാ മുസ്ലിമെ ജീവിക്കണ്ടേ, അതിനു വേണ്ടിയാ പരിശ്രമിക്കേണ്ടേ. അങ്ങനെയുള്ള ഒരു മരണം, അതിനാ മരണം എന്ന് പറയുന്നത്. ഇന്നും ഈ നാട് ഓർക്കുന്ന ചില മുഖങ്ങൾ മരിച്ചു മണ്ണിനോടടിഞ്ഞിട്ടും ചിലരുടെ മുഖം ഇന്നും നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. മരിച്ചാൽ ഇങ്ങനെ മരിക്കണമെന്ന് നിങ്ങൾ പലരും പറയുന്നുണ്ടല്ലോ. എന്തേ അതിന്റെ കാരണം? അതുകൊണ്ട് ഞാൻ പറയുന്നു, അല്ലാഹുവിന്റെ ഖുർആൻ നീ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച അല്ലാഹു നിനക്കൊരു മരണം തരും, മനോഹരമായ മരണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 2, നിന്റെ ജനാസ ചുമക്കാൻ അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരും. സൗദി അറേബ്യയുടെ ഭരണാധികാരി വരുന്നതിനേക്കാളും പവറാടാ അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരുന്നത്. 3, നിനക്ക് പിടിക്കുന്ന ഖബറിലെ മണ്ണിന് പോലും സുഗന്ധമുണ്ടാകും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഖുർആനിലേക്ക് മടങ്ങ്. അല്ലാഹുവിന്റെ ഖുർആനിനെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്ക്. എപ്പോ എവിടെ വെച്ചാ മരണം വരുന്നതെന്നറിയില്ല. അല്ലാഹു നമുക്ക് നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ, എന്റെ സ്വന്തം സഹോദരൻ, സത്യം പറഞ്ഞാൽ ഇന്നും ആ വേദന
ഞങ്ങൾക്ക് മാറിയിട്ടില്ല. ആ മരണത്തിന്റെ വേദന ഇന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജ്യേഷ്ഠൻ മരണപ്പെട്ടു എന്ന് ഇതുവരെ ഞങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഒരു രോഗവുമില്ലായിരുന്നു, ഒരു രോഗവുമില്ല. പള്ളിയിൽ അസറിന് ഇമാമത്ത് നിന്ന ഉസ്താദിന്റെ ജനാസ അതേ പള്ളിയിൽ മഗ്രിബിന് മുമ്പിൽ കൊണ്ടുവച്ചെങ്കിൽ ഇത്രയേ ഉള്ളൂ മനുഷ്യൻ, ഇത്രയേ ഉള്ളടോ. പ്രഷറില്ല, ഷുഗറില്ല, കൊളസ്ട്രോൾ ഇല്ല, ലിവർ രോഗമില്ല, കിഡ്നി രോഗമില്ല, ഒന്നുമില്ല. അള്ളാഹുവിന്റെ പള്ളിയിൽ നിസ്കരിച്ചു കൊണ്ടിരുന്നപ്പോഴാ പോയത്. അള്ളാഹു ജ്യേഷ്ഠന്റെ ഖബർ സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞത് എന്തെന്നറിയോ? കൊതിച്ചുപോയി. ഉമ്മ ജീവിച്ചിരിക്കുമ്പോ മരിക്കണം, ഉമ്മ ജീവിച്ചിരിക്കുന്ന സമയത്ത് മരിക്കണം. കാരണം എന്റെ ഉമ്മ എന്റെ ജ്യേഷ്ഠന്റെ ജനാസയുടെ മുമ്പിൽ നിന്നിട്ട് റബ്ബേ നെഞ്ചു പൊട്ടിയിട്ട് പറയുകയാ, എന്റെ മോന് സ്വർഗം കൊടുക്കണേ അല്ലാഹ്. എടോ, ഉമ്മയുടെ ദുആയെക്കാളും ഈ ലോകത്ത് വേറെ ഒന്നുമില്ലടോ. സ്വന്തം മകന്റെ മയ്യത്തിന്റെ മുൻപിൽ നിന്നിട്ട് നെഞ്ചു പൊട്ടിയിട്ട് എന്റെ മോന് നീ സ്വർഗം കൊടുക്കണേ എന്നൊരു ഉമ്മ ദുആ ചെയ്ത ആ ദുആ കിട്ടണമെങ്കിൽ യോഗം വേണം. അങ്ങനെ ഒരു ദുആ കിട്ടണമെങ്കിലും യോഗം വേണം. ഞാൻ പറയുന്നത് കൊതിച്ചുപോയി പടച്ചോനെ ഉമ്മ ജീവിച്ചിരിക്കുമ്പോ മരിക്കണമെന്ന്. കാരണം ഉമ്മയ്ക്ക് വലിയ വിഷമമാണ്, പക്ഷെ ആ ഉമ്മയ്ക്ക് സ്വർഗമുണ്ട്, നമുക്കും സ്വർഗമുണ്ട്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പറയാൻ എളുപ്പമാണ്. അവനവന്റെ വീട്ടിൽ മരണം വരുമ്പോഴേ അതിന്റെ പ്രയാസം അറിയൂ. അള്ളാഹു പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ നിർത്തുകയാ സഹോദര സഹോദരി, വഅദ് പറയുകയല്ല, ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാ. നമുക്ക് എന്തെങ്കിലും ചെയ്തു വെക്കണം, നമുക്ക് രക്ഷപ്പെടണം. നമ്മുടെ ദുനിയാവും നമ്മുടെ ആഖിറവും രക്ഷപ്പെടണം. നമ്മളൊക്കെ ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടിയാ. മക്കളെ വലിയ സ്നേഹവാ. എനിക്കെന്റെ മക്കള് ജീവനാ, നിങ്ങൾക്കും തങ്ങൾക്കും എല്ലാവർക്കും ജീവനാ അവനവന്റെ മക്കളെ. പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്ക്, നീ മരിച്ചാ നിന്റെ മയ്യത്ത് കുളിപ്പിക്കാനെങ്കിലും അവൻ അറിയോ? നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി അള്ളാഹു തന്ന ആയുസ് മുഴുവനും മാറ്റിവെക്കുമ്പോ നീ ചിന്തിക്ക്, നിന്റെ മകനോ നിന്റെ മകൾക്കോ നിന്റെ മയ്യത്ത് കുളിപ്പിക്കാനെങ്കിലും അറിയുമോ? ഇല്ല. പിന്നെന്തിനാ സ്നേഹിക്കുന്നേ? എടാ, വാപ്പാന്റെ ഖബർ എവിടെന്ന് ചോദിക്കുമ്പോ പള്ളിപ്പറമ്പിലാണെന്ന് പറയാനല്ലാതെ എന്റെ ഉപ്പാടെ ഖബർ ഇതാണ്, എന്റെ ഉപ്പയുടെ ഖബർ ഇതാണ്, എന്റെ ഉമ്മയുടെ ഖബർ ഇതാണെന്ന് പറഞ്ഞ് ചാരത്ത് വന്ന് യാസീനോദി ദുആ ചെയ്യാനെങ്കിലും നീ പഠിപ്പിച്ചിട്ടുണ്ടോ? അറിയുന്നവന് ഉപ്പാന്റെ ഖബറിൽ പോകാൻ സമയവുമില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിർത്തുകയാ. എല്ലാവരുടെയും ആഗ്രഹം നല്ല മരണം വേണം, നല്ല മരണം വേണം. എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട് വാപ്പ? സ്വർഗം വേണോന്ന് നീ ആഗ്രഹിക്കുന്നല്ലോ, നല്ല മരണം വേണമെന്ന് നീ ആഗ്രഹിക്കുന്നല്ലോ. നിന്റെ കയ്യിൽ എന്തുണ്ട്? എന്ത് ചെയ്തു വെച്ചിട്ടാ നീ ചോദിക്കുന്നേ? എനിക്കറിയുന്ന ഒരു പ്രിയപ്പെട്ട ഉസ്താദ് വെന്റിലേറ്ററിൽ 36 വയസ്സുണ്ട് അദ്ദേഹത്തിന് കൊറോണ ലെൻസിൽ ബാധിച്ചു, നിമോണിയ. അവസാനം അദ്ദേഹം ഐസിയുവിനകത്ത് കിടക്കുമ്പോ ഡോക്ടർ നേഴ്സുമാരോട് പറഞ്ഞു, അറിയിക്കാനുള്ളവരെയൊക്കെ അറിയിച്ചോളാം. അദ്ദേഹത്തിന് കൂടുതൽ സമയം ജീവിച്ചിരിക്കില്ല, അറിയിക്കുന്നവരോട് അറിയിക്കാൻ പറഞ്ഞു. ഉസ്താദ് കേട്ടുകൊണ്ട് കിടക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, കുറച്ചു കഴിഞ്ഞപ്പോൾ നേഴ്സ് ഡോക്ടറിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ആ ഉസ്താദ് കിടന്നു വല്ലാതെ കരയുന്നു. മറ്റുള്ള രോഗികളൊക്കെ കണ്ടിട്ട് അവരും രോഗം പിടിച്ചു കിടക്കല്ലേ, അദ്ദേഹം കിടന്ന് കരയുന്നു, ഡോക്ടർ ഒന്ന് വരണം. ഡോക്ടർ അടുത്ത് ചെന്ന് നിന്നിട്ട് ഉസ്താദിനെ ഉപദേശിച്ചു, ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ മരുന്നുകളും ഞങ്ങൾ ചെയ്തു, എല്ലാ മരുന്നും ചെയ്തു. ഇനി ഞങ്ങൾ പ്രാർത്ഥിക്കാം, നിങ്ങളും പ്രാർത്ഥിക്ക്. നിങ്ങൾ ഇവിടെ കിടന്ന് കരയരുത്, മരിക്കൂന്ന് പേടിച്ച് നിങ്ങൾ കരയരുത്. ഉസ്താദ് പറഞ്ഞു, ഞാൻ മരിക്കാൻ പേടിച്ചിട്ട് കരയുകയല്ല. അദ്ദേഹത്തിന് 36 വയസ്സാ. അദ്ദേഹം പറയുന്നു, ഞാൻ മരിക്കാൻ പേടിച്ചിട്ട് കരയുകയല്ല. കാരണം എന്റെ ഉമ്മയുടെ വയറ്റിൽ കിടന്നപ്പോഴേ അല്ല എന്റെ മരണം നിശ്ചയിച്ചു. അപ്പൊ ഡോക്ടർ ചോദിച്ചു, ഭാര്യയെയും മക്കളെയും കാണണോ? 2 ചെറിയ മക്കളുണ്ട്, നിങ്ങളുടെ ഭാര്യയെയും മക്കളെയും കാണണോ? വീഡിയോ കോൾ വിളിച്ചു തരാം. അപ്പോഴും ഉസ്താദ് പറഞ്ഞു, അല്ല, അതിനല്ല ഞാൻ കരയുന്നത്. അമുസ്ലിമായ ഡോക്ടർ അത്ഭുതമായി അവിടെ നിന്ന് ചോദിച്ചു, പിന്നെന്തിനാ കരയുന്നേ? ആ 36 വയസ്സുകാരൻ പറഞ്ഞു മറുപടി എന്തെന്നറിയോ? ഞാൻ അള്ളാഹുവിന്റെ മുന്നിലേക്ക് പോകുകയല്ലേ, രക്ഷപ്പെടാൻ എന്റെ കയ്യിലൊന്നുമില്ലല്ലോ, ഞാനൊന്നും ചെയ്തു വെച്ചിട്ടില്ലല്ലോ, ഞാൻ എന്തുകൊണ്ട് അള്ളാഹിന്റെ മുന്നിലേക്ക് പോകും? ആ 36 വയസ്സുകാരന് തോന്നി, വാപ്പ, ഈ നിരന്നിരിക്കുന്ന നീ ചിന്തിക്ക്, ഇന്ന് രാത്രി മരിച്ച രക്ഷപ്പെടാൻ ഒരു സുബ്ഹാനല്ലാഹ് നിന്റെ കയ്യിലുണ്ടോ? നീ നിസ്കരിച്ച ഒരു സുജൂദെങ്കിലും അള്ളാഹു സ്വീകരിച്ചെന്ന് പറയാനുള്ള ചങ്കൂറ്റം നിനക്കുണ്ടോ? പിന്നെന്ത് കണ്ടിട്ടാ നീ അള്ളാഹിനോട് സ്വർഗം ചോദിക്കുന്നേ? എന്ത് കണ്ടിട്ടാ നീ നല്ല മരണം ചോദിക്കുന്നത്? എന്ത് കണ്ടോണ്ടായി കിടന്ന് അഹങ്കരിക്കുന്നത്? ഒരൊറ്റ നിമിഷം മതി.